ഹായ്, എല്ലാവർക്കും സെയിൻസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായൊരു ആലു പറാത്തയാണ്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. സ്റ്റഫ് ചെയ്തെടുക്കുകയൊന്നും വേണ്ട. വളരെ സോഫ്റ്റും നല്ല ടേസ്റ്റിയുമാണ് ഈ ഒരു ആലു പറാത്ത. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിനാദ്യം വേണ്ടത് 400 ഗ്രാം ഉരുളക്കിഴങ്ങാണ്. അത് ഞാനിവിടെ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്കൊരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് മല്ലിയില ചെറുതായി അരിഞ്ഞതിന് ചേർത്ത് കൊടുക്കാം. മല്ലിയില കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഒരു 10 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. മല്ലിയില അധികം വേവാതിരിക്കുന്നതാണ് എൻ്റെ ടേസ്റ്റ്. തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് ക്രഷ് ചെയ്തത്, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. അതുകൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഈ ഒരു നനവിൽ തന്നെ നമുക്കിതെല്ലാം കുഴച്ചെടുക്കാൻ പറ്റുന്നതാണ്. നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്നതിലാണ് ഇതിൻ്റെ ഒരു ശരിക്കുമുള്ളൊരു പരുവം ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. എണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. ഇതിനെ ഇനി നമുക്കൊരു പരന്ന പ്രതലത്തിലോട്ടിട്ട് ഒന്ന് നന്നായി കുഴച്ചെടുക്കാം. മാവ് നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമുക്കിത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. മാവ് എത്രത്തോളം സോഫ്റ്റ് ആകുമോ അത്രയും തന്നെ നന്നായിരിക്കും നമ്മളുടെ ആലു പറാത്ത. ഞാനിതിവിടെ ഒരു 2 മിനിറ്റോളം കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മാവ് ഇവിടെ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഓരോരോ ബോൾസാക്കി മാറ്റാം. നമ്മൾക്ക് എത്രയാണോ വലിപ്പം ആവശ്യമുള്ളത് ആ തരത്തിലുള്ള ബോൾസാക്കി നമുക്കിതിനെ മാറ്റിയെടുക്കാം. ഞാനിവിടെ ഇതിനെ 8 തിരിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ നമുക്കിതിനെ പരത്തിയെടുക്കാം. പൊടിയൊക്കെ നന്നായി തേച്ചിട്ട് വേണം പരത്താൻ. 3-4 എണ്ണം പരത്തി വെച്ചതിന് ശേഷമാണ് ചുട്ടെടുക്കുന്നത്. പൊടി നന്നായി ഉണ്ടെങ്കിൽ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കും. മുഴുവനും പരത്തി വെച്ച ശേഷം ചുടാൻ നിൽക്കരുത്. 3-4 എണ്ണം വീതം മാത്രം പരത്തിയതിന് ശേഷം ചുടുക. ചുട്ട് തീരുന്നതിനനുസരിച്ച് വേണം ബാക്കിയുള്ളത് പരത്തിയെടുക്കാൻ. അപ്പോൾ നമ്മുടെ ആലു പറാത്തയെല്ലാം നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതാണ്. ഇല്ലെങ്കിൽ ആദ്യം പരത്തി വെച്ചതെല്ലാം കൂടി ഇരുന്ന് കുറച്ചൊന്ന് ഹാർഡാവാൻ സാധ്യതയുണ്ട്. ഒരുപാട് തിന്നായിട്ട് പരത്താൻ നോക്കരുത്. നമ്മളുടെ ആലു പറാത്ത ഇവിടെ ഒന്ന് പരത്തി കഴിഞ്ഞു. ബാക്കിയുള്ളതെല്ലാം തന്നെ നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാവുന്നതാണ്. കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പ് വേണമെന്നുള്ളവർ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ട് അതുകൊണ്ടൊന്ന് മുറിച്ചെടുത്ത് ഷേപ്പാക്കാവുന്നതാണ്. ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല. നമുക്കിതിനെ ചുട്ടെടുക്കാം. പാൻ ചൂടാകുമ്പോഴേക്കും നമുക്കിതിനെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ നിറം ഒന്ന് മാറി തുടങ്ങുമ്പോഴേക്ക് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം എണ്ണ നമുക്ക് തൂവിക്കൊടുക്കാം. അതൊന്ന് എല്ലായിടും എത്താൻ വേണ്ടിയിട്ട് ചട്ടുകം വെച്ച് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ വശത്തും നമുക്ക് അല്പം എണ്ണ തൂവിക്കൊടുക്കാവുന്നതാണ്.
തിരിച്ചും മറിച്ചുമിട്ട് ഇത് നന്നായി കുക്ക് ചെയ്തെടുക്കണം. എണ്ണ തേക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു സൈഡ് മൂത്ത് കിട്ടും. ഒരുപാട് നേരം ഇട്ടിരുന്നാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് 3-4 വട്ടമായിട്ട് നമ്മളിത് തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കുഴച്ചെടുത്തത് കൊണ്ട് ചപ്പാത്തി പോലെ അതങ്ങ് പൊള്ളിച്ച് വരില്ല, എന്നാൽ ചെറുതായിട്ട് പൊള്ളി വരികയും ചെയ്യും. ചട്ടുകം വെച്ച് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അമർത്തി പ്രസ് ചെയ്യരുത്. നമ്മുടെ ആലു പറാത്ത ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിനെ നമുക്കിനി തീയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള എല്ലാ ആലു പറാത്തയും ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് കുറഞ്ഞ ചേരുവകൾ വെച്ച് തന്നെ നമുക്ക് ഈ ആലു പറാത്ത തയ്യാറാക്കാൻ കഴിയുന്നതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാ ആലു പറാത്തയും ഞാനിവിടെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. വളരെ സോഫ്റ്റും ഈസിയുമായ ഈ ഒരു ആലു പറാത്ത കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും പറ്റിയ ഒരു വിഭവമാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനിയും നല്ല റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം.